താങ്ക് യു താങ്ക് യു. അല്ല വെച്ചോളൂ. അടുത്തത് ഒരു വെച്ചുപാട്ടിൻ്റെ 2 ലൈനും കൂടെ പാടുകയാണ്. അതുകൂടെ ഒന്ന് ആർപ്പോ അതൊക്കെ ഇടിതാളം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വായ്ത്താളം ഇട്ടത് കേട്ടോ. അത് ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇടിയനും സംഘടനയൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇവിടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. നന്നായിരുന്നു. വളരെ സന്തോഷം. ഇത്രയും ഗംഭീരമായിട്ട് നമ്മളെ ഈ വഞ്ചിപ്പാട്ട് പാടി ആനന്ദിപ്പിച്ചതിൽ പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. ആ ഇടിയൻ ഇവിടെ വെച്ചിട്ട് പോകണം എന്ന് കമ്മിറ്റി അറിയിക്കുകയാണ്. ഒരു ഇടിയൻ കൊണ്ടുപോകണം, ഐഡിയൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നന്ദി ആശംസിക്കുവാനായിട്ട് പ്രിയങ്കനായ ഇതിൻ്റെ കൺവീനർ വളരെ വാശി പിടിച്ച് ഒരു പാട്ടും കൂടെ അദ്ദേഹം പാടുന്നത്. അദ്ദേഹം ഒരു പിന്നണി ഗായകനും കൂടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നു. ലാലിൻ കൈനഗിരി. ഞങ്ങൾ ബസ്സിനാവും.
കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുല്ലാൻ നീ വന്നു. കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂന്നാനുരാഗം കഥ പറഞ്ഞു. വാനവും മേഘവും പോലെ കോളവും തീരവും പോലെ ഈയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നോ. പൂമാനം കണ്ണും നട്ടു ഞാൻ എന്റെ മനസ്സിൽ കൈമണി ചെന്നലായി പുല്ലാൻ നീ വന്നോ. പൗർണമി തിങ്കൾ വന്നു തെളിഞ്ഞു രാവുണർന്നു. നിൻ മൃദുസ്വരം വീചിലാറാടിയെല്ലാം മറന്നപ്പോൾ നീ ചൊല്ലി മലരും മധുവും പോലെ മഞ്ഞും കുളിരും പോലെ ജന്മം ഈയൊരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു. എന്റെ പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുല്ലാൻ നീ വന്നു. എന്റെ പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുല്ലാൻ നീ വന്നു. ലലലാ ലലാലാ ആരംഭിച്ചത്. വളരെ നന്ദി. കനിഗിരി ബ്രദേഴ്സുള്ള പ്രത്യേക നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി ആശംസിക്കുവാനായിട്ട് നമ്മുടെ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ, ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞ് നമ്മുടെ തലയ്ക്ക് വെളിവ് തരാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് രമേഷ് കുമാർ പീഡിയാണ്. ഈ ഒരു സ്വയം തന്നിട്ടില്ല. ഈ ഒരു
ഇങ്ങനെ നമ്മളെ മുൾമുനിയിൽ നിർത്തി ഈ ഒരു സ്വപ്നം കാര്യം പ്രസാദിൻ്റെ സ്വഭാവം ശരിക്കറിയാം. അദ്ദേഹം ഒരുപാട് തള്ളപ്പെടുന്ന ആളാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യം ഓർത്തായിരിക്കും അദ്ദേഹം വിഷമിക്കുന്നത്. അതും കൂടെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ രമേശ് കുമാർ പീഡി ഇത്രയും ക്രിയാത്മകമായി ഞങ്ങളൊരു 18-20 പേരോടും കൂടെ ചേർന്ന് നമ്മുടെ പ്രിയങ്കരനായ അതുപോലെ ടോമിച്ചാൻ്റെ പേര് ഞാൻ മുമ്പേ പറഞ്ഞില്ല, ടോമിച്ചാൻ്റെ കൂടെ നമ്മുടെ ഫ്രാൻസിസ് പതിലച്ചായൻ, നമ്മുടെ ടോപ്പിലെ വിനോദിയേട്ടൻ, വിഷു, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും നന്ദി ആശംസിക്കുവാനായിട്ട് പ്രിയങ്കരനെ രമേശ് ചേട്ടനെ ക്ഷണിച്ചു. നമ്മുടെ ഇന്നത്തെ പരിപാടി അതിഗംഭീരമായി തന്നെ നടന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനൊപ്പമുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കൃതജ്ഞതയാണ്. ഇപ്പം നമ്മുടെ തലവടി ചുണ്ടനെ ഇതിവൃത്തമാക്കി പ്രസാദ് തലവടി രചിച്ച തലവടി ചുണ്ടൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ പ്രകാശന കർമ്മം എന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. എല്ലാ ആൾക്കാരും വളരെ ഇത്രയും മഴ പെയ്തിട്ട്, എന്തൊരു മഴയായിരുന്നു, ഈ മഴ പെയ്തിട്ടും എല്ലാ ആൾക്കാരും വളരെ സജീവമായിട്ട് ഇതിന് പങ്കെടുത്തു. അതുകൂടാതെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ കെ.ആർ. ഗോപകുമാർ ഇതിനകത്ത് എന്നോട് ഞാനാണെന്ന് പറഞ്ഞു. അതിനപ്പുറമാണ് ഗോവൻ ഇതിനു വേണ്ടി പ്രയത്നിച്ചത്. ഇത് പറയാതിരിക്കാൻ ഒക്കില്ല. ഇപ്പം ഇതിന് അധ്യക്ഷത വഹിച്ച കെ.ആർ. ഗോപകുമാറിനോടുള്ള നന്ദി ആദ്യമായി ഞാൻ പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പം കൂടാതെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത കുട്ടനാട് MLA തോമസ് കെ. തോമസ്, അപ്പം എല്ലാവരും പോയി എങ്കിലും ആശംസകൾ നല്ല നന്ദി പറയാനാണ്. തോമസ് കെ. തോമസ്, പ്രകാശനം ചെയ്ത ശ്രീമതി ജിൻസി ജോളി, ആദരിക്കൽ ശ്രീമതി ഗായത്രി ബി നായർ, മുഖ്യ സന്ദേശം ശ്രീ ബിനു ഐശൽ രാജു, കൂടാതെ സ്വാഗതം ആശംസിച്ച ജോജി വൈലപ്പള്ളി. ഇതൊക്കെ ഇതിനകത്ത് വലിയ സംഘാടക സമിതിയിലെ വലിയ ആൾക്കാരാണ്. ഇതൊക്കെ ഞങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഇപ്പം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സംഘാടക സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-20 പേരുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണിത്. ഇപ്പം നമ്മുടെ പ്രസാദ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ ഒക്കാത്തൊരു ആളാണ് പ്രസാദ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാടിൻ്റെ എനിക്കൊരു ഓർമ്മയുള്ളൊരു പ്രസാദ് ഒരു 10-30 വർഷമെങ്കിലുമായി നമ്മുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞ സമന്യ, ആദ്യം തുടങ്ങിയ സമന്യ ക്ലബ്ബാണ്. അപ്പം അതിനുവേണ്ടി എന്തുമാത്രം അവിടം തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ള കാര്യം. അപ്പോൾ അവിടം തൊട്ട് ഇപ്പം എന്ത് പ്രശ്നമുണ്ടായാലും ഓടി വന്ന് എല്ലാ കാര്യത്തിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന പ്രസാദിനെ ഒരിക്കലും മറക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് പ്രസാദ് ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ എല്ലാ ആൾക്കാരും പ്രസാദിൻ്റെ പിന്നിൽ അണിനിരുന്നത്.